നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരിച്ചു. ഉയിർപ്പ് തിരുനാളിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. തിരഞ്ഞെടുപ്പ് പ്രചരണം മുറുകി. കുടുംബയോഗങ്ങളുമായി മുന്നണികൾ സജീവം. അന്തിക്കാട് തട്ടാടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അന്തിക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ദുഃഖവെള്ളി ആചരിച്ചു. ദുഃഖവെള്ളിയാഴ്ച രാവിലെ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ടോം വേലൂക്കാരൻ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നടന്ന നഗരി കാണിക്കൽ ചടങ്ങിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് പീഡാനുഭവ പ്രസംഗവും KCYM അന്തിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിഴൽ നാടകവും അരങ്ങേറി. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ധന്യ, സിസ്റ്റർ സത്യ, സിസ്റ്റർ LC, കൈക്കാരന്മാരായ ചിറയത്ത് നടയ്ക്കലാൽ ആന്റണി, ഫ്രാൻസിസ് ചിരിയൻകണ്ടത്ത്, സ്റ്റീഫൻ ദേവസി മാങ്ങൻ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി, ദർശന സഭാംഗങ്ങൾ, പിതൃവേദി, മാതൃവേദി ഗായക സംഘം, KCYM അൾത്താര സംഘം, മതബോധന യൂണിറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SNS സമാജം എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഹനുമാൻ ജയന്തി ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ കദളിക്കുല വഴിപാട് സമർപ്പിച്ചു. കൂടാതെ അവിൽ നിവേദ്യം, വടമാല, ചുറ്റുവിളക്ക്, മറ്റു വിശേഷാൽ പൂജകളും നടത്തി. സമാജം സെക്രട്ടറി രാജേഷ് വേളക്കാട്ട്, സമാജം ഖജാൻജി സുമോദ് എരണയെഴുത്ത്, സമാജം വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ, മുൻ പ്രസിഡന്റുമാരായ ജിതേഷ് കാരയിൽ, സുനിൽ കുമാർ അരയമ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, പ്രദീപ് തോട്ടുപുര, സുമേഷ് എരണയെഴുത്ത്, സുഗതൻ പാണ്ടാത്ത്, ഷീല വിനോദ്, കോമള സിദ്ധാർത്ഥൻ, ബബിനി വാഴപ്പുള്ളി, ക്ഷേത്രം മേൽശാന്തി സന്ദീപ് ശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു. തൃപ്രയാർ താന്യം സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി മുഖ്യ കാർമ്മികനായി. ദുഃഖവെള്ളി ദിനത്തിൽ വൈകിട്ട് പരിഹാര പ്രദക്ഷിണം നടത്തി. ഫാദർ ജസ്റ്റിൻ സ്പാലയിൽ തയ്യിൽ പീഡാനുഭവ സന്ദേശം നൽകി. ദുഃഖശനി രാവിലെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. ഈസ്റ്റർ തിരുകർമ്മങ്ങൾ രാത്രി 11:45 ആരംഭിക്കും. തുടർന്ന് സ്നേഹവിരുന്ന് നടക്കും. ഇടവക കൈക്കാരന്മാരായ സിജോ ചിറയത്ത്, ഫെബി തോട്ടുങ്ങൽ, പ്രതീഷ് ജോസ് എന്നിവർ നേതൃത്വം നൽകി.
ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി കുടുംബയോഗം സംഘടിപ്പിച്ചു. കുടുംബയോഗം BJP തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ അധ്യക്ഷനായി. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. BJP നാട്ടിക നിയോജക മണ്ഡലം പ്രഭാരി സുധീഷ് മേനോത്തുപറമ്പിൽ, മണ്ഡലം സെക്രട്ടറി ഭഗിനി സുനിൽ, ബിന്നി അറയ്ക്കൽ, സുമിത മണികണ്ഠൻ, പത്മിനി പ്രകാശൻ, തളിക്കുളം വാർഡ് മെമ്പർമാരായ സുമിത മണികണ്ഠൻ, ഗോപിക രാമദാസ്, സ്മിത ധനഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് വന്നവർക്ക് സദാനന്ദൻ മാസ്റ്റർ അംഗത്വം നൽകി സ്വീകരിച്ചു. ബാബ അറ്റോമിക് റിസോഴ്സ് സെന്ററിൽ നടന്ന റിട്ടയർ ചെയ്ത ശാസ്ത്രജ്ഞൻ ദിലീപ് ബ്ലാങ്ങാട്ടിനെ സദാനന്ദൻ മാസ്റ്റർ BJPയിലേക്ക് അംഗത്വം നൽകി സ്വീകരിച്ചു. നമ്മുടെ കുട്ടികൾ പണ്ടുകാലങ്ങളിലൊക്കെ 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികൾ ഒരു സ്ലേറ്റും പെൻസിലും ആയിട്ടാണ് പോവുക. ഇപ്പൊ കുട്ടികൾക്ക് പെൻസിലും സ്ലേറ്റും തന്നെ വേണ്ടത്. ലാപ്ടോപ്പാണ്, ഐപോഡ്, ഐപാഡ്, നോട്ട്ബുക്ക്. നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുകയാണ്. ആ മെച്ചപ്പെടലിന്റെ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിരുന്നു PM ശ്രീ പദ്ധതി. ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ, മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം, കുട്ടികൾക്ക് എയർ കണ്ടീഷൻ ഏർപ്പെടുത്തിയ ക്ലാസ് മുറികൾ വരെ, നല്ല കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, അധ്യാപകർക്ക് ശാക്തീകരണ പരിപാടികൾ. ഓരോ സമയത്തും നമ്മുടെ നാട് മാറുന്നതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ അധ്യാപകരെ ശാക്തീകരിക്കുക, രക്ഷിതാക്കളെ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തുക. ഈ തരത്തിലൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസ പരിഷ്കാരം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയത് നമ്മുടെ മോദി ഗവൺമെന്റ്. അതിനുവേണ്ടി കോടാനുകോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകിക്കൊണ്ട് UDF കഴിമ്പ്രം മേഖലാ തിരഞ്ഞെടുപ്പ് കുടുംബ സംഗമം നടന്നു. കഴിമ്പ്രം SN സെന്റർ നൌഷാദ് പോക്കാക്കില്ലത്തിന്റെ വസതിയിൽ വെച്ച് നടന്ന കുടുംബ സംഗമം UDF നാട്ടിക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവീനർ KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പ്രസിഡന്റ് NK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ, K ദിലീപ് കുമാർ, ശോഭ സുബിൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, സുമേഷ് പാനാട്ടിൽ, MM ഇക്ബാൽ, ഉഷ ബാബു, ശിവ പ്രദീപ്, മൈത്രി വത്സൻ, നിതീഷ് പാലപ്പെട്ടി എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥികൾ മുസ്ലിങ്ങളാണ്, ഞാൻ മാത്രമേ ഇവിടെ ഹിന്ദുവായിട്ടുള്ളൂ. അതാണ് അവരുടെ പ്രചരണത്തിന്റെ ഒരു ആഗ്രഹം. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3 ആളും ഹിന്ദുവായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുമ്പോൾ തൃശൂർ പാർലമെന്റിൽ ഗുരുവായൂർ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് 3 ഹിന്ദുക്കളായിരുന്നു. VS സുനിൽകുമാർ, ബഹുമാനായ K മുരളീധരൻ, പിന്നെ സുരേഷ് ഗോപി. ആ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ ഏത് ഹിന്ദുവിനാണ് വോട്ട് കൂടുതൽ കൊടുക്കേണ്ടതെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങൾ 6 നിയോജകമണ്ഡലത്തിലും ഞങ്ങൾ വോട്ട് കുറഞ്ഞപ്പോ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ ബഹുമാനായ K മുരളീധരനായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് എന്നുള്ളത് ഈ ആളുകൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഗുരുവായൂർ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പ്രദേശം, ശ്രീകൃഷ്ണ ഭഗവാന്റെ വലിയ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പ്രദേശം. അതിനെ നമ്മൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ ദൈവത്തെ കാണുന്നതിന് ലക്ഷക്കണക്കായ ആളുകൾ വരുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണം. അതൊക്കെ ശരിയാണ്, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ കഴിഞ്ഞ ഏറെക്കാലമായി അവിടെ നിന്ന് ജയിച്ചു പോകുന്ന ഒരു MLA-യും അവിടെ വരുന്ന ആളുകൾക്ക് ഒരു സൗകര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ തടസ്സം നിന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വലപ്പാട് ബാബുൽ ഉലൂം മദ്രസയിൽ പ്രവേശനോത്സവം നടന്നു. ഷിഹാബുദ്ദീൻ റഹ്മാനി ഉസ്താദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മഹല്ല ജനറൽ സെക്രട്ടറി PI നസീർ അധ്യക്ഷത വഹിച്ചു. മഹല്ല ഖത്തീബ് റഫീഖ് ഖാസമി മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് NM ഷെരീഫ്, ജോയിന്റ് സെക്രട്ടറി PA ഷാജഹാൻ, MK ആദമു, CK ഷംസുദ്ദീൻ, PM മുഹമ്മദ്, PA നിഷാദ്, KK ഹനീഫ, ഷെരീഫ് പാണ്ടികശാല, ട്രഷറർ ജഹീൻ, ഉസ്താദുമാരായ മുഹമ്മദ് മാസിൻ, അബ്ദുൽ സലാം, ഷഹനാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന്
കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കലും മധുര വിതരണവും സമ്മാനദാനവും നടന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു സുമുഖനായ ഒരാൾ കയറി വന്നു. എന്നിട്ട് നേരെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വരികയും നബി തങ്ങളോട് അയാൾ എന്തോ ചില കാര്യങ്ങൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുകയും ചെയ്ത് അദ്ദേഹം തിരിച്ചുപോയതിന്റെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരുമിച്ചിരിക്കുന്ന സ്വഹാബികളോടായി അവരെ കൗതുകപ്പെടുത്തിയ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിയ, അല്ലെങ്കിൽ അവരെ വിസ്മയപ്പെടുത്തിയ ഒരു കാര്യം പറയുന്നത്. അതായത് തങ്ങൾ അവരോട് പറഞ്ഞത്, എന്റെ അരികിൽ വന്ന് സംസാരിച്ചു പോയത് അള്ളാഹുവിന്റെ ഒരു മലക്കാണ്. ആ മലക്ക് ഒരു സുപ്രധാനമായ വിവരം എന്നോട് പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ മുന്നിൽ ഇരിക്കുന്ന സഹാബാക്കളുണ്ടല്ലോ, ആ കൂട്ടത്തിലെ ഒരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ അടുത്ത 1 മണിക്കൂർ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞാൽ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകും, അതായത് മരിച്ചു പോകും എന്ന് അല്ലാഹു അറിയിച്ചിട്ടുള്ള വിവരം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ മലക്ക് വന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വലപ്പാട് ബീച്ച് വളപ്പിൽ ശ്രീ ഭദ്രകാളി ദുർഗാദേവി മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് പകൽപൂരം, കാവടിയാട്ടം, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, ഗാനമേള, തുടർന്ന് ദേവിക്ക് കളം, മഹാഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ ശാന്തി, മേൽശാന്തി ജിജീഷ് എന്നിവർ മുഖ്യ കാർമ്മികരായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ തിരുക്കർമ്മങ്ങളും വൈകിട്ട് പീഠാനുഭവ സന്ദേശവും പരിഹാര പ്രദക്ഷിണവും നടന്നു. ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി, കൈക്കാരന്മാരായ റോബിൻസൺ, സോണി എന്നിവർ നേതൃത്വം നൽകി. CLC, KCYM എന്നിവരുടെ നേതൃത്വത്തിൽ ഈശോയുടെ കാൽവരി യാത്രയുടെ ദൃശ്യാവിഷ്കാരവും നടന്നു. കയ്പമംഗലം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി റോഡ് ഷോ സംഘടിപ്പിച്ചു.
എടത്തിരുത്തി പുളിഞ്ചോട് നിന്ന് ആരംഭിച്ച റോഡ് ഷോ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. PH നിയാസ് അധ്യക്ഷനായി. നേതാക്കളായ KA ഷിഹാബ്, TP രഘുനാഥ്, TK സുധീഷ്, AD സുദർശനൻ, VK ജ്യോതി പ്രകാശ്, AV സതീഷ്, ഷീന വിശ്വൻ, മുഹമ്മദ് ചാമക്കാല, KV രാജേഷ്, KS ജയ തുടങ്ങിയവർ പങ്കെടുത്തു. പുളിഞ്ചോട് നിന്ന് ആരംഭിച്ച റോഡ് ഷോ അഴീക്കോട് സമാപിച്ചു. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഭരണം നടത്തുകയാണ്. കയ്പമംഗലം നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ട ശേഷം ഇത് 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 15 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്പമംഗലത്തിന്റെ രൂപീകരണത്തിന്റെ വേളയിൽ ആദ്യത്തെ MLA ആയി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വളരെ ആധികാരികമായി തന്നെ പറയാൻ കഴിയും, ഈ 15 കൊല്ലക്കാലം ഈ കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഈ 10 കൊല്ലക്കാലത്തെ പ്രവർത്തനം അടക്കമുള്ള 15 വർഷക്കാലം നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ്. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിഷരഹിത പച്ചക്കറി വിളവെടുപ്പ് നടത്തി. കാളമുറി സെന്ററിന് വടക്ക് ഭാഗത്തുള്ള ബാങ്കിന്റെ 35 സെന്റ് സ്ഥലത്ത് പൊട്ടുവെള്ളരി, കണിവെള്ളരി, പയർ, വെണ്ട, വഴുതന, ചീര, തണ്ണിമത്തൻ, കുമ്പളം, കുക്കുംബർ, മത്തൻ തുടങ്ങി എല്ലാ ഇന പച്ചക്കറിയും നൂതനമായ കൃഷിരീതി അവലംബിച്ചാണ് നടത്തിവരുന്നത്. അതിനാൽ മികച്ച രീതിയിലുള്ള വിളവാണ് ലഭിച്ചത്. KTDC ഫ്ലൈറ്റ് ഡയറക്ടർ KK വത്സരാജ് വിളവെടുപ്പ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് നൂറുൽ ഹുദ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ഷൈൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, വാർഡ് മെമ്പർമാരായ PC മനോജ്, പ്രജിത മനോജ്, ബാങ്ക് ഉദ്യോഗസ്ഥർ, മറ്റ് കർഷകർ, സഹകാരികൾ എന്നിവർ പങ്കെടുത്തു. വടനപ്പള്ളി, തൃത്തല്ലൂർ, ചേർക്കര, തണ്ടയാൻ കളരിക്കൽ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹവനം, കലശപൂജ, പറ നിറയ്ക്കൽ, ഉപദേവന്മാർക്ക് പൂജ, നൂറും പാലും, കലശാഭിഷേകം, തുടർന്ന് ശീവേലി എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ശർമാജി, ക്ഷേത്രം ശാന്തി കണ്ണൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയിൽ പഞ്ചവാദ്യം, മേളം എന്നിവയോടുകൂടിയ എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം നാദസ്വരം, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് CK പ്രേംജിത്ത് ലാൽ, സെക്രട്ടറി CS പ്രഭാകരൻ, ട്രഷറർ CM ഹർഷൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം.
കോൺഫിഡൻസ് നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി, തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടെറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളിലും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്.
പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഇലോയ് ചിറമ്മൽ എന്നിവർ കാർമ്മികരായി. പീഠാനുഭവ ചരിത്രവായന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, കുരിശിന്റെ അനാച്ഛാദനം, ആരാധന എന്നിവ നടത്തി. വൈകിട്ട് നടന്ന കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് നിശ്ചല ദൃശ്യാവിഷ്കാരവും പീഠാനുഭവ സന്ദേശവും ഉണ്ടായി. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാടാനപ്പള്ളി നടുവിൽക്കരയിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. VS ജയൻ, ഷീല സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാർത്തികേയൻ ഏകണ്ടിയൂർ, സംഗീത എന്നിവരുടെ വിപ്ലവ ഗാനാലാപനവും ഉണ്ടായിരുന്നു. മത്സരിക്കുന്നത് കേരളത്തിൽ എവിടെ മത്സരിച്ചാലും ജനങ്ങൾ വോട്ട് ചെയ്യാൻ മടിക്കില്ല എന്ന് നമുക്കുറപ്പുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ തൊട്ട അയൽവക്കത്ത് താമസിച്ചിരുന്ന ഒരാളാണ്. 13 വയസ്സ് മുതൽ എനിക്ക് ഞങ്ങൾ അപ്പുമാഷ് എന്ന് വിളിക്കുന്ന രവീന്ദ്രനാഥ് മാഷിനെ അറിയാം. അദ്ദേഹം സെൻറ് തോമസ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതൽ അറിയാം. ഞങ്ങൾ ഒന്നിച്ച് പല പ്രവർത്തനങ്ങളും, സാംസ്കാരിക പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. സാക്ഷരതാ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. സാക്ഷരതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് മാഷ് ജനകീയ ആസൂത്രണം, സാക്ഷരതാ മിഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് പീഠാനുഭവ അനുസ്മരണ തിരുക്കർമ്മങ്ങളും വൈകിട്ട് 5 മണിക്ക് നഗരി കാണിക്കൽ പ്രദക്ഷിണവും നടത്തി. ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, കൈക്കാരന്മാർ, ദർശന സഭാംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദക്ഷിണത്തിൽ KCYM പ്രവർത്തകർ അവതരിപ്പിച്ച ഈശോയുടെ പീഠാനുഭവ അവതരണം ശ്രദ്ധേയമായിരുന്നു. നഗരി കാണിക്കൽ പ്രദക്ഷിണത്തെ തുടർന്ന് ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ ഹൃദ്യമായ പീഠാനുഭവ സന്ദേശം നൽകി. CLC അംഗങ്ങൾ അവതരിപ്പിച്ച കുരിശിന്റെ നിഴലിൽ എന്ന ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. ആരുമില്ലാത്തവനെ പോലെ മരിക്കുക എന്നുള്ളത് അതൊരു ഭീകരമായ അവസ്ഥയാണ്. ഒപ്പം ആ മരണത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഞാൻ ഇന്ന് ഈ കുരിശിന്റെ വഴി നടക്കുന്ന സമയത്ത് എന്ത് പറയുമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ കുരിശിന്റെ വഴിയിലെ 4ാമത്തെ സ്ഥലത്ത് ഈശോയും മാതാവും കണ്ടുമുട്ടുന്ന ഒരു ദൃശ്യം. എനിക്ക് തോന്നുന്നു ആരും കൂടെ ഇല്ലെങ്കിലും എത്ര ഒറ്റപ്പെട്ടാലും നമുക്ക് കുറെയൊക്കെ ഓക്കെയാണ്. എന്നാൽ ഒരുപക്ഷെ തൻ്റെ അമ്മയുടെ കൺമുൻപിൽ ഇത്രയും പീഡനങ്ങളൊക്കെ ഏറ്റു മരിക്കുക എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ ഈശോയെ തളർത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യം. മണലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃത്തല്ലൂരിൽ വനിതാ റാലി സംഘടിപ്പിച്ചു.
ഷക്കീല ഉസ്മാൻ, ശാന്തി ഭാസി, വത്സല വിനോദൻ, സ്മിത സുരേഷ് ബാബു, ഹേമലത പ്രതാപൻ, ഓമന മധുസൂദനൻ, TR ശശികല ടീച്ചർ, ബീന ഷെല്ലി, ബേബി രതീഷ്, ആരിഫ അഷ്റഫ്, തുളസി ടീച്ചർ, ഓമന മധു, സക്കീന മുസ്തഫ, ബീന ശിവരാമൻ, ഫെബിന, വിനീത എന്നിവർ നേതൃത്വം നൽകി. സഭയിലേക്ക് തിരഞ്ഞെടുത്തയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃത്തല്ലൂരിന്റെ പെൺകരുത്ത് ഈ പാതയോരത്ത് ചെമ്പട്ടണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപുറകെ വന്നുകൊണ്ടിരിക്കുന്നു. അഭിവാദ്യം ചെയ്യുക, അണിചേരുക. ഒരു തരി മണ്ണോ വീടോ ഇല്ലാത്ത 5 ലക്ഷം പേർക്ക് ഭൂമിയും മടച്ചുറപ്പുള്ള വീടും നൽകിയ ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണത്തിന് വേണ്ടി അന്തിക്കാട് തട്ടാടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ശേഷം അന്തിക്കാട് ശ്രീ പാർവതി മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രഭാത കഞ്ഞി വിതരണം ചെയ്തു. തുടർന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പ് നടന്നു. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ ഭക്തർക്ക് പാൽക്കുടം കൈമാറി. തുടർന്ന് ഘോഷയാത്രയും അഭിഷേകവും ഉണ്ടായി. തട്ടാടി യുവജന സംഘത്തിന്റെ കാവടിയാട്ടവും ഉണ്ടായിരുന്നു. ക്ഷേത്ര മേൽശാന്തി KR മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നദാനം, കാവടിയാട്ടം എന്നിവയുമുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ സെക്രട്ടറി ശശി പാലോളി, കൺവീനർ പ്രീതി മോൻ വാലത്ത്, മുഖ്യ രക്ഷാധികാരികളായ വിനയൻ പള്ളത്ത്, വിജയരത്ന മഠത്തിപ്പറമ്പിൽ, അനിലൻ മാക്കോത്ത്, ഭാരവാഹികളായ മണികണ്ഠൻ കരുവത്ത്, സുമേഷ് കാരാമാക്കൽ, വിവേക് കളപ്പുരയ്ക്കൽ, സതീഷ് മാക്കോത്ത്, മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നാട്ടിക മണ്ഡലത്തിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രഭാത സവാരി സംഘടിപ്പിച്ചു. ഗുഡ് മോർണിംഗ് നാട്ടിക എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ഥാനാർത്ഥി ഗീതാ ഗോപി പങ്കെടുത്തു. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്ത് നിന്നും ആരംഭിച്ച പ്രഭാത സവാരിക്ക് LDYF മണ്ഡലം നേതാക്കളായ വൈശാഖ് അന്തിക്കാട്, ജിംഷാർ, KB റിജിക്, അമൽ T പ്രേമൻ, അഖിൽ PK, സംഗീത മനോജ്, സജൽ കുമാർ, അക്ഷയ് ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TM നാസറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF ചിന്ത്രാപ്പനി 15ാം ബൂത്ത് കമ്മിറ്റി കുടുംബസംഗമം നടത്തി. KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി TA നസീമുദ്ദീൻ അധ്യക്ഷനായി. UDF സ്ഥാനാർത്ഥി TM നാസർ മുഖ്യാതിഥിയായി. DCC ജനറൽ സെക്രട്ടറി സജയ് വൈനപ്പള്ളി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ മേനോൻ, മണ്ഡലം പ്രസിഡന്റ് PD സജീവ്,
ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഗീർ, വാർഡ് മെമ്പർ ഉമറുൽ ഫാറൂഖ്, പി കെ ഷംസുദ്ദീൻ, പി കെ അസീസ്, ലൈല മജീദ്, ഷിനി സതീഷ്, ഷറഫ് അലി ഖാൻ, ഹുസൈർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതെന്താ വെച്ചാ നമുക്ക് മടുത്തു. 10 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ എന്തൊക്കെയാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണല്ലേ. നമ്മളെ ഒരു സാധാരണ ഈ ഇടതുപക്ഷം പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ അറിയോ, എപ്പോഴും പറയുന്ന അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അധസ്ഥിത വർഗത്തിന്റെ, തൊഴിലാളികളുടെ, സ്ത്രീകൾക്കും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്കും ക്ഷേമത്തിനും ഞങ്ങളേ ഉള്ളൂ. ബി.ജെ.പി. കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗണേശൻ 46-ാം ബലിദാന ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. ബി.ജെ.പി. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ.പി. ഉണ്ണികൃഷ്ണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു അധ്യക്ഷത വഹിച്ചു. എൻ.ഡി.എ സ്ഥാനാർത്ഥി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ജില്ലാ സെക്രട്ടറി സിബിൻ അമ്പാടി, എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി, ജില്ലാ കമ്മിറ്റി അംഗം പോണത്ത് ബാബു, എസ്.സി. മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൊട്ടാരത്ത്, ഒ.ബി.സി. മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീവൻ മുറ്റിച്ചൂർ, 2020 മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് ശങ്കർ, ബി.ജെ.പി. കയ്പമംഗലം പടിഞ്ഞാറെ മേഖല പ്രസിഡന്റ് കണ്ണൻ, കിഴക്കേ മേഖല പ്രസിഡന്റ് സന്തോഷ് പാണപ്പറമ്പിൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രതാപൻ പനക്കൽ എന്നിവർ സംസാരിച്ചു. മാർക്സിസ്റ്റുകാരാൽ കൊല്ലപ്പെട്ട അദ്ദേഹം 1980 ഏപ്രിൽ 6 ബി.ജെ.പി. രൂപം കൊടുക്കുന്നത്. ഏതാണ്ട് 1 വർഷം ആയപ്പോഴാണ് CPM-കാർ അദ്ദേഹത്തെ വകവരുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധീരനായ ഒരു ബലിദാനി. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആ പ്രാരംഭകാലം ബി.ജെ.പി. 1980 രൂപം കൊണ്ട്, ഏപ്രിൽ മാസം രൂപം കൊണ്ട് 81 ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ ഗണേശേട്ടൻ കൊല്ലപ്പെടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരിച്ചു. ഉയിർപ്പ് തിരുനാളിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. തിരഞ്ഞെടുപ്പ് പ്രചരണം മുറുകി, കുടുംബയോഗങ്ങളുമായി മുന്നണികൾ സജീവം. അന്തിക്കാട് തട്ടാടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.